പ്രിയപ്പെട്ട ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങളെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഹിന്ദുക്കളാണെങ്കിൽ അങ്ങനെ, നസ്രാണികളാണെങ്കിൽ അങ്ങനെ, മുസ്ലിമുകളാണെങ്കിൽ ഇങ്ങനെ, അതിൽ മൂത്തതുണ്ടെങ്കിൽ അതങ്ങനെ. അപ്പോൾ ഇങ്ങനെ മതമാണ് ഞങ്ങൾക്ക് വലുത്, അല്ലെങ്കിൽ മതത്തിലാണ് ഞങ്ങൾക്ക് ജീവിക്കേണ്ടത്. ഞങ്ങളുടെ ഇത് വിട്ടിട്ട് ഞങ്ങൾക്ക് വേറൊരാളും വേണ്ട, ഞങ്ങളുടെ ഇതിൻ്റെ താങ്ങി ഞങ്ങൾ നിന്നോളാം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ മറ്റുള്ള ഹിന്ദുക്കളെയും മറ്റുള്ള മുസ്ലിമുകളെയും മറ്റുള്ള ക്രിസ്ത്യാനികളെയും പ്രണയിക്കാൻ നിൽക്കണ്ട. അതായത് എനിക്കിപ്പോൾ എനിക്ക് തണുക്കണുണ്ട് ഇവിടെ, എന്നാലും ഞാൻ പുറത്ത് വന്നത് പറയാൻ അകത്ത് ലേറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കഴപ്പ് പിടിച്ചിരിക്കാൻ നിങ്ങൾ കാശ് കൊടുത്ത് അടിക്കാൻ പോയാൽ മതി കേട്ടോ. അപ്പോൾ പാവപ്പെട്ടവങ്ങളുടെ ജീവിതത്തിൽ വന്ന് കയറി അവരുടെ കോത്തിലടിച്ചിട്ട് പറയാ, അയ്യോ നിങ്ങൾ ഭയങ്കര ചെറിയ ആൾക്കാരാ, ഞങ്ങൾ കുറച്ച് മോളിൽ നിൽക്കുന്ന, ഞങ്ങൾ തീട്ടാ തിന്നാറുള്ളൂ, നിങ്ങൾ ചോറല്ലേ തിന്നണം, അപ്പം ഞങ്ങൾക്ക് അത് തിന്നാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരെ ഒഴിവാക്കാനാണെങ്കിൽ നിങ്ങൾ നേരത്തെ നിങ്ങൾ ചിന്തിച്ചില്ലേ, ഇത് അയ്യോ ഇവനും കുറച്ച് താഴെയുള്ള ഒരാളാണ്, ഇവനെ കെട്ടാൻ പറ്റില്ല, നിങ്ങളുടെ തന്തിയും തള്ളിയും മുമ്പ് പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾക്ക് മതമാണോ നിങ്ങൾക്ക് അടിച്ചു തരണേ പെറാൻ വേണ്ടി പിള്ളേരെ? അല്ലല്ലോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ ഒപ്പം ജീവിക്കാൻ സമ്മതിക്കാത്ത മതം നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സപ്പോർട്ട് തരും നിങ്ങൾ പറയണേ? കുറെ കാശ് അങ്ങോട്ട് തള്ളിക്കയറ്റി. ഇത് ഞാൻ പറയട്ടെ, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വരുന്നെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ നിന്ന് കാശ് പിടുങ്ങിയെടുക്കുന്നതല്ലാണ്ട് നിങ്ങൾക്കായിട്ട് എന്തിട്ട് മൈര നിങ്ങളുടെ മതം നിങ്ങൾക്ക് കൊണ്ടുതരണേ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ എന്നീ മതം ഒഴിവാക്കി ദൈവത്തിനെ സ്നേഹിക്കണോ? മനസ്സിലായില്ലേ? ഇന്ന ദൈവമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തിട്ട് മരുന്ന മതം? ഞാൻ അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. അയ്യോ എനിക്കത് പറ്റില്ല, എനിക്ക് മതം ഇല്ലെങ്കിൽ എൻ്റെ വയറ്റിൽ നിന്ന് അപ്പി പോവില്ല കൂട്ടുകാരെ എന്നൊക്കെയുള്ള ടീംസ് ആണെങ്കിൽ നിങ്ങൾ പാവപ്പെട്ട ഒറ്റകളുടെ നെഞ്ചത്ത് പോയി കയറല്ലേ? നിങ്ങൾക്ക് അത്രയ്ക്ക് കഴപ്പാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കാശ് കൊടുത്ത് പൊക്കോ. ഈ നിങ്ങൾ ഈ ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് അവസാനം പറയാം, അയ്യോ നീ പൊലയന, നീ പറയണ, നീ ക്രിസ്ത്യാനിയല്ലേ, നീ മുസ്ലിം അല്ലേ, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, ഞങ്ങളുടെ മതം വിട്ട്, ഞങ്ങളുടെ രക്തം പരിശുദ്ധമാണ്, നിങ്ങളുടെ അപ്പിയാണ് എന്നൊക്കെ പറയണ ആൾക്കാരുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഇതിനും വലിയൊരു കഴിവേറുത്തരുണ്ടല്ലോ. ഒരാളുടെ മനസ്സിൽ ആശ കൊടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ട് അവസാനം വന്ന് നിങ്ങൾ ഒഴിവാക്കാൻ പറയണ ന്യായം നിങ്ങളുടെ മതമാണെങ്കിൽ എനിക്ക് അതിനോട് പുച്ഛം മാത്രമേ ഉള്ളൂ. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ പുച്ഛം മാത്രം. ഇത്രയ്ക്ക് നെറികെട്ടവരായി പോയോ നിങ്ങളുടെ മതക്കാര്? നിങ്ങളുടെ മതത്തിൽ ഇതാണോ പഠിപ്പിക്കണേ? ഒരാളെ സ്നേഹിച്ചിട്ട് മതത്തിൻ്റെ പേരിൽ ഒഴിവാക്കി വിടാനാണോ? ഏതൊരു ദൈവം സ്നേഹിക്കണവരെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? എല്ലാവരും ഒരുപോലെ വാഴണ നാടാണ് കേരളവും ഇന്ത്യയൊക്കെ. ഞാൻ അത് കേട്ടപ്പോ നമുക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. നമ്മൾ ഒരു 5-6 വർഷമൊക്കെ നമ്മൾ പൊന്നുപോലെ കൊണ്ട് നടന്നിട്ട് അവസാനം വന്ന് പറയാ, എനിക്ക് പറ്റണില്ല, എനിക്ക് എൻ്റെ മാതാപിതാക്കൾ തൊലിച്ചു, മതം മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാവും, ഏത് മതം ചെയ്യണത് ഊമ്പിത്തരാണെങ്കിൽ ഏത് ദൈവമാണെങ്കിലും അടിച്ച് തരും. മനസ്സിലായില്ലേ? അങ്ങനത്തെ ദൈവം ഉണ്ടോ? നമ്മുടെ മതം വിട്ട് പോയി കഴിഞ്ഞാൽ ശിക്ഷിക്കണ ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾ പോക്കോ, നിങ്ങളുടെ മതത്തിൽ ഊമ്പിരുന്നാൽ മതി. ഞാൻ അത് ഇങ്ങനെ തന്നെ പറയണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിലത് എൻ്റെ അമ്മ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താ ചിന്തിക്കാതെ പറയാമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കുറേ പൈസ കൊണ്ട് നിങ്ങൾ ദൈവത്തിന് അങ്ങോട്ട് പണ്ണ്, എന്നിട്ട് ദൈവം തരണത് ദിപ്പ തരും നോക്കിയിരുന്നോ? മനസ്സിലായില്ലേ? നമുക്ക് ദൈവം തരുന്നതാണ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമുക്ക് ചുറ്റുപാട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ. അത് മതം നോക്കാണ്ട് നമുക്കൊരു ആവശ്യം വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ ആൾക്കാരുണ്ട്. അതൊക്കെയാണ് നമുക്ക് ദൈവം തന്നെ ഓരോ സമ്മാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. അല്ലാണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു അത്ഭുതം തൊലിച്ചു തരാൻ വേണ്ടി ഒരു ദൈവം ഇരിക്കണില്ല. കുറേ കുണ്ണകൾ കവടി നിരത്തി, അല്ലെങ്കിൽ കുറേ മന്ത്രവും ചൊല്ലി, കുറേ ദുവും ചൊല്ലി, കുറേ ഇതൊക്കെ പറഞ്ഞിരിക്കലുള്ളൂ. മനസ്സിലായില്ലേ? ഇന്നത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇരിക്കണ ഒരു ദൈവം ഇല്ല മക്കളെ. കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ജീവിക്കാം. അതുപോലെ ഈ മതം മരുന്നൊക്കെ പറഞ്ഞുള്ള ചിന്താഗതിക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്. നിങ്ങൾ മനുഷ്യന്മാരെ പോലെ ജീവിക്കും. ഒരു പരിധി വരെയൊക്കെ ആവാം. ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര മോശമാണ് നമ്മുടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞേ, അതായത് എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു സങ്കടം വന്നപ്പോൾ എനിക്ക് നിങ്ങളോട് ഇങ്ങനെ വന്ന് പറയണം തോന്നി. അപ്പോൾ ഇതിപ്പോൾ എത്ര പേർക്ക് ഇഷ്ടപ്പെടില്ല എന്നൊന്നും ഞാൻ നോക്കാനേ പോകണില്ല. കാരണം ഇതിപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവരും കാണുന്നതാ. ഞാനും ഒരു മതത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ എന്തിനാ നിങ്ങൾ ഈ അനാവശ്യ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, ഈ ഒരു കാര്യം 2026 വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇൻജക്ട് ചെയ്യണേ? നിങ്ങൾക്കൊരാളെ ഒഴിവാക്കാൻ എന്തൊക്കെ തരം കാരണങ്ങളുണ്ട്. നിങ്ങൾ അത് പറഞ്ഞ അയാളെ ഒഴിവാക്കിക്കോ.
പോട്ടെ, എനിക്ക് നിന്റെ ഒപ്പം ജീവിക്കാനുള്ളൊരു സാഹചര്യമല്ല, അല്ലെങ്കിൽ എന്താ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റണില്ല, അതൊക്കെ നമുക്ക് ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങോട്ട് പറഞ്ഞ് ഒഴിവായി പോണതന്നെയല്ല ഇത്. അതിലും മതം കുത്തിക്കയറ്റി അത് വേറൊരു പ്രശ്നമാക്കി, മതം മയിര് എന്തെങ്കിലുമൊക്കെ കാണിക്കുക. ആർക്ക് പോയി നിങ്ങൾക്ക് പോയി, അത് തന്നെ. അപ്പം താങ്ക് യു, ബൈ.